സ്റ്റില്ലായി നിൽക്കുന്നത്. എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ മഞ്ജു വാര്യരായി അഭിനയിക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. അതുകൊണ്ടാണ് വളരെ ദൂരെ നിന്നും വിഷ്വൽ ചിത്രീകരിച്ചത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഓണം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാടമ്പള്ളിയിലെ ഒരു മനോരോഗിയെക്കുറിച്ചാണ്. മറ്റാരുമല്ല, സനൽകുമാർ ശശിധരനെ കുറിച്ചാണ്. അതായത് മഞ്ജു വാര്യരുടെ പുറകിൽ നടക്കുന്നത്. വർഷങ്ങളായിട്ട് മഞ്ജു വാര്യരുടെ തോളത്ത്, അതായത് വിക്രമും വേതാളം പോലെ ഈ പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് മഞ്ജു വാര്യരുടെ പുറകെ നടക്കുകയാണ്. എന്താ ഈ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ അറിയാം. ഇപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അത് കുറച്ച് നാൾക്ക് മുന്നേ പുള്ളിക്കാരൻ എയറിലായിരുന്നു. ഈ സെയിം ടോപ്പിക്ക് മഞ്ജു വാര്യരുടെ അപകടത്തിലാണ്, മഞ്ജു വാര്യനെ രക്ഷിക്കണം, മഞ്ജു വാര്യൻ്റെ പുറകിൽ കുറേ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എയറിലായിരുന്നു, എയറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പുള്ളിക്കാരൻ്റെ കുരു പൊട്ടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കാക്കനാട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദിലീപ് വന്നിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു, ജയസൂര്യ വന്നിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യർ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപും മഞ്ജു വാര്യരും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് അവർ പോകുന്ന സമയമായപ്പോഴത്തേക്കും ദിലീപും മഞ്ജു വാര്യരും കണ്ടപ്പോഴത്തേക്കും അവർ കൈ കൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഈ ഷേക്ക് ഹാൻഡ് കൊടുത്തതിൻ്റെ വിഷ്വൽസും വെച്ചുകൊണ്ട് ഇവൻ എന്തൊക്കെയോ പറയുന്നു. വീണ്ടും വന്നു, പുള്ളിക്കാരെ കുരു പൊട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മഞ്ജു വാര്യന് ഇഷ്ടമാണ്. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ ഇവനും കമ്മിറ്റഡ് ആയിരുന്നു, ഈ റിലേഷനിലായിരുന്നു. എന്നിട്ട് മഞ്ജു വാര്യർ ഇവനെ ഫോൺ വിളിച്ചു, എന്നിട്ട് കുറേ വോയിസ് നോട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ വോയിസ് നോട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള, അതൊക്കെ വേറെ ആരോ ആണ്. ഈ ഇൻസിഡൻറ്റിന് ശേഷം ഇവൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വരും. അതായത് ആദ്യത്തെ ദിവസം ഇവൻ പറയുന്ന വേറൊരു കാര്യമായിരിക്കും, രണ്ടാമത്തെ ദിവസം പറയുന്ന വേറെ കാര്യമായിരിക്കും, മൂന്നാമത്തെ ദിവസം പറയുന്നത് വേറെ എന്തെങ്കിലും മണ്ടത്തരായിരിക്കും, നാലാമത്തെ ദിവസം വേറെ അതിലും വേറെ വല്ല മണ്ടത്തരായിരിക്കും പറയുന്നത്. എന്തായാലും ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. നമ്മൾ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യരുടെ ജീവിതം ഒരു മാഫിയ തടവിലാണ് എന്നാണ്. ഇതേക്കുറിച്ച് പുറത്തു പറഞ്ഞതിനാണ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുള്ളത്. ഈ കള്ളക്കേസ് താൻ കൊടുത്തിട്ടുള്ളതല്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്നും അതിന് തെളിവായി ഒരു ശബ്ദരേഖയുണ്ട് എന്നും ഞാൻ കാലങ്ങളായി പറയുന്നു. പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഒരു തരം അന്വേഷണവും നടക്കുന്നില്ല. അന്വേഷണം നടക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഭ്രാന്തായതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അതായത് ഇവൻ ഒരു ശബ്ദരേഖയുടെ കാര്യം പറയുന്നുണ്ട്. ആ ശബ്ദരേഖ അത് തമിഴ്നാട്ടിലെ നമ്മൾ നോർമലി തമിഴ്നാട്ടിലെ ആൾക്കാർ മലയാളം സംസാരിക്കുന്ന സമയത്ത് ഒരു തമിഴ് സ്ലാങ് കയറി വരും. ആ ടൈപ്പ് ഒരു ഓഡിയോ ക്ലിപ്പ് എന്നിട്ട് മഞ്ജു വാര്യൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടുക. അത് മഞ്ജു വാര്യർ ആണെന്ന് പോലും നമുക്ക് കേൾക്കുന്നവർ, നമ്മൾ മഞ്ജു വാര്യൻ്റെ സിനിമ പണ്ടോട്ട് കാണുന്നില്ലല്ലോ. ആ വോയിസ് കേൾക്കുമ്പോഴേ അറിയാം മഞ്ജു വാര്യരല്ലോ. ഒന്നാമത്തെ കാര്യം, ആ ഓഡിയോയിൽ പറയുന്ന ആൾക്ക് മലയാളം അറിയത്തില്ല. അതായത് ഇവൻ പറയുന്നത് മഞ്ജു വാര്യരാണെന്ന് പറയുന്നത് സ്ത്രീ, ഇവൻ പറയുന്ന ആ ഒരു സ്ത്രീ മഞ്ജു വാര്യരാണെന്നാണ് ഇവൻ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ. ആ സ്ത്രീക്ക് മലയാളം പ്രോപ്പറായിട്ട് അറിയത്തില്ല, മലയാളം തപ്പിത്തപ്പിയാണ് പറയുന്നത്. അതെങ്ങനെ മഞ്ജു വാര്യരായിട്ട് കൺവേർട്ട് ചെയ്യാം? ഞാൻ ആ ഓഡിയോ ക്ലിപ്പിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ കേൾപ്പിച്ചു തരാം. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. ഇത് മഞ്ജു വാര്യരാണെന്ന് നമ്മൾ വിശ്വസിക്കണം, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ എല്ലാം അടച്ചിരുന്നത് എനിക്ക് ഭ്രാന്താണ്, സ്കീസോഫ്രീനിയാണ്, ഞാൻ മയക്കുമരുന്നിന് അടിമയാണ് തുടങ്ങിയ വിദണ്ഡവാദങ്ങൾ കൊണ്ടാണ്. ഇപ്പോ ഞാൻ പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. യെസ്, ഇവൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നി തുടങ്ങി. അതായത് ഇവന് ഭ്രാന്താന്നുള്ള കാര്യം ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കൂ ഒരു നാടകം അരങ്ങേറുന്നത്. 2 ദിവസം മുൻപ് ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരും ദിലീപും ഒരുമിച്ച് പങ്കെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നു. അതിൽ അവർ കണ്ടോ കണ്ടില്ലയോ, സംസാരിച്ചില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ 2 ദിവസം അന്തരീക്ഷത്തിലുണ്ടായി. ഇന്നലെ മറ്റൊരു ചിത്രം പുറത്തു വന്നു. മഞ്ജു വാര്യർ ദിലീപിന് കൈ കൊടുത്തു, കൈ കൊടുത്തില്ല, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കുറച്ച് ഫോട്ടോസും പുറത്തുവിടുന്നു. ചിത്രത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. ഒന്നല്ല, നിരവധി ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു മഹാസംഭവം നടക്കുമ്പോൾ ആ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യമല്ലേ ആദ്യം പുറത്തു വരിക സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വരാതെ ഏതോ ഒരു കോണിൽ നിന്നും പാപ്പരാസി പകർത്തിയത് എന്ന് തോന്നിക്കുന്ന ഒരു ചിത്രം പുറത്തു വരുന്നു? ഈ നാടകം വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. യെസ്, വളരെ കെയർഫുള്ളി ക്രാഫ്റ്റ് ചെയ്തൊരു നാടകമാണ്. അതായത് പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാക്കോ ബോബനും, അതായത് വലിയൊരു നാടകമാണ്. അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടൊരു തിയേറ്ററിങ് തുടങ്ങി, കോടികളൊക്കെ മുടക്കിയൊരു നാടകത്തിൻ്റെ ഭാഗമായിട്ടൊരു കോടികൾ മുടക്കിയൊരു തിയേറ്ററിങ് തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടനം ഒരു നാടകമായിരുന്നു. എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു നാടകം പോലെ ചെയ്തു. കൊള്ളാം. ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മഞ്ജു വാര്യർ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതിലൊരു വലിയ അപകടം കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ന് ആ പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്ക് വിശ്വസ്തരായ ഒരുപാട് ആളുകൾ പോയതിനു ശേഷം
മഞ്ജു വാര്യർ മാത്രവും ദിലീപും അയാളുടെ കൂടെയുള്ള സംഘങ്ങളും ചേർന്നിട്ടുള്ള ഒരു നാടകമാണ്. അതിനകത്ത് ഒരു സ്ത്രീ പോലും ഇല്ല, നിറയെ പുരുഷന്മാരാണ്. അയ്യോ, മഞ്ജു വാര്യർ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഇത്രയും പേര്. അപ്പോൾ ഇവൻ്റെ കണ്ണിൽ കുരുവാണോ? ഇത്രയും പേര് നിൽക്കുന്ന കണ്ടില്ല അവന്. അന്നത്തെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അന്നത്തെ ഒരു സ്ത്രീ പോലും ഇല്ലെന്ന്. സിനിമാ മേഖലയിൽ പോലും ഉള്ളവരാരുമില്ല. എത്ര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നാലോചിച്ചു. ഒരു സ്ത്രീ പോലും ഇല്ല. അപ്പോൾ മഞ്ജു വാര്യൻ്റെ അടുത്തിരിക്കുന്ന നീല കളർ ഡ്രസ്സ് ഇട്ടത് സ്ത്രീയല്ലേ? അതും സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടി തന്നെയാണ് കേട്ടോ. ആസിഫ് അലിയുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു സിനിമാ നടി തന്നെയാണ്. അത് കണ്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. ഈ വീഡിയോ ഇറക്കിയതിന് ശേഷം ആൾക്കാർ ഇത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി, അതായത് സ്ത്രീകളാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അത് വലിയ വിറ്റ് സാധനമാണ്. അത് ഇതൊക്കെ ഡൂപ്പാണ്, നാടകമാണല്ലോ, മഞ്ജു വാര്യർ അല്ല. ആദ്യമേ പറഞ്ഞ മഞ്ജു വാര്യരാണല്ലോ, ഇപ്പോൾ രണ്ടാമത്തെ ദിവസം വന്ന് പറയുന്നത് മഞ്ജു വാര്യരല്ലെന്ന്. ആ സാധനമുണ്ട്, അത് കേൾപ്പിക്കാം. ക്യാമറ ഒട്ടും തന്നെ ഇടത്തേക്ക് പാൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ദിലീപ് ഒരല്പം മുന്നോട്ടാഞ്ഞ് അവിടെ തന്നെ സ്റ്റില്ലായി നിൽക്കുന്നത്. എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ മഞ്ജു വാര്യരായി അഭിനയിക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. അതുകൊണ്ടാണ് വളരെ ദൂരെ നിന്നും വിഷ്വൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ എന്തുകൊണ്ടാണ് ഇവൻ്റെ കേസ് എടുക്കാത്തതിൻ്റെ കാരണം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും പോലീസുകാർ എന്തുകൊണ്ടാണ് ഇവൻ്റെ കേസ് എടുക്കാത്തതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് പിന്നെ ഭ്രാന്ത. അതായത് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഞ്ജു വാര്യരല്ല, മഞ്ജു വാര്യറിൻ്റെ ഡ്യൂപ്പാണ്. ഇതെന്താ മറ്റേ ഗോട്ട് സിനിമയിൽ മറ്റേ വിജയ് ലാസ്റ്റ് മറ്റേ ക്ലോൺ ഇറക്കത്തില്ലേ, അതേപോലത്തെ പരിപാടിയാണ്. മഞ്ജു വാര്യൻ്റെ ക്ലോണാണോ അത്? അതിനി AI കാലഘട്ടത്തിലാണ്ട് AI റോബോട്ടാണോ മഞ്ജു വാര്യറിൻ്റെ? ഇവൻ പറയുന്നത് മഞ്ജു വാര്യരല്ല. ആദ്യത്തെ ദിവസം പറഞ്ഞ മഞ്ജു വാര്യരാണ്, മഞ്ജു വാര്യറിൻ്റെ കൂടെ സ്ത്രീകളൊന്നുമില്ല. പിന്നെ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു അത് ഒരു നാടകമാണ്. ഇത് നാടകമല്ലല്ലോ, വലിയൊരു കോസ്റ്റ്ലി നാടകമായതുകൊണ്ട് അത് മഞ്ജു വാര്യറിൻ്റെ ഡ്യൂപ്പാണ് എന്നാണ് രണ്ടാമത്തെ ദിവസം പറഞ്ഞത്. ഇനി ഇവൻ ഒരു പത്രസമ്മേളനം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളാണ് ഇവൻ പറയുന്നത്, അതും കാണിക്കാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബാധ്യതയില്ലേ? മീഡിയ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ബാധ്യതയില്ല? ഞാൻ ചോദിക്കട്ടെ. അസംഷൻ അല്ല. ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് DGPക്ക്. ആ പരാതിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? എനിക്കെതിരെ ഇപ്പോൾ എടുത്ത കേസ്, കഴിഞ്ഞ ജനുവരിയിൽ എടുത്ത കേസിന്റെ മുൻപായിട്ട് ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആളുകളുടെ പേര് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിന്റെ കൂടെയുള്ള ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു ക്രിമിനൽ ആണെന്നും അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? ഒരു ചാനലും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ബിനീഷ് ചന്ദ്രനും ബിനു നായർക്കും എതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP ആ പരാതി കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് എന്റെ കണ്ണിൽ കണ്ടത് ഇവർ രണ്ടുപേരുമാണ്. കാരണം എന്ന് വെച്ചാൽ അവര് ഈ ബിനീഷ് ചന്ദ്രൻ എപ്പോഴും അവരുടെ കൂടെ ഉള്ളതാണ്, എപ്പോഴും 24 മണിക്കൂർ അവരുടെ കൂടെ ഉണ്ട്. മാനേജറല്ല. എന്ത് മാനേജറാണ്? മാനേജറല്ല. മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ, അവരിപ്പോ സിനിമ ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൽ മഞ്ജു വാര്യർ ഒന്ന് അഭിനയിച്ചു. അതിനുശേഷം തുടങ്ങിയ ഒരു കണ്ടകശേനിയാണ് മഞ്ജു വാര്യറിന്. അത് ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്ത് വല്ല ടൈം മെഷീനൊക്കെ ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരി തിരിച്ചു പോയിട്ട് ഇവൻ്റെ പടത്തിൽ കമ്മിറ്റ് ചെയ്യായിരുന്നേനെ. ഇതാ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വള്ളിക്കെട്ട് കേസായിരുന്നെങ്കിൽ ഒരിക്കലും അഭിനയിക്കില്ലായിരുന്നു പുള്ളിക്കാരി ഇവൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പോ പറയുമ്പോ ഇത് ഒഴിവാക്കാമായിരുന്നു, അവർക്ക് പറയാമായിരുന്നു. നമ്മളിപ്പോ ഈ ഗ്ലിറ്ററിങ് കണ്ടിട്ട് ഇവര് ഭയങ്കര സൂപ്പർ സ്റ്റാർഡമാണ്, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു അമ്മയും മകളും തമ്മിലുള്ള, എന്നെയും അവരെയും കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കണക്കാക്കണ്ട. പാവം, ഇവനെയും മഞ്ജു വാര്യരും കാണാൻ സമ്മതിക്കുന്നില്ല. അതായത് ഇതിന്റെ കാരണം പറയുന്നുണ്ട്. അതായത് ദിലീപ് സമ്മതിക്കുന്നില്ല. അത് ദിലീപിന്റെ അണ്ടറിൽ പ്രൊട്ടക്ഷനിലാണ് മഞ്ജു വാര്യർ. അതൊരു ഒരു ഇതിലാണ് കേട്ടോ പിടിച്ചു വെച്ചിരിക്കുക 16 വർഷമായിട്ട്. പറഞ്ഞ ഇവരെ രണ്ടുപേരെയും അമ്മയും മോളെയും കാണാൻ സമ്മതിക്കത്തില്ല, ഇവരെ രണ്ടുപേരെയും കാണാൻ സമ്മതിക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചകള നോക്കി ഒരെണ്ണം കൊടുത്തന്നെ, അത് വേറെ കാര്യം. ഒരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്ന് എടുത്ത് നോക്കൂ. അവരെ തമ്മിൽ ഇതുവരെ കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പോലും അവർ തമ്മിൽ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ വലിയൊരു. ഇവൻ എന്നീ പറഞ്ഞു 2026 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ 2026 കാലഘട്ടത്തിലാണ്. ഇവൻ ഇപ്പോഴും 2000 കാലഘട്ടത്തിലാണെന്ന് എനിക്കറിയാൻ പാടില്ല.
ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ഇത് എല്ലാ വർഷങ്ങളും ഇത് തന്നെ ഈ സെയിം സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇവൻ പറയുന്നത്. ഇവൻ്റെ ഈ സ്ക്രിപ്റ്റിന് യാതൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നോടിയായിട്ട് ഈ സെയിം സ്ക്രിപ്റ്റ് സെയിം ഡയലോഗ് കേട്ട് 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 മടുത്തു. നിങ്ങൾ പഴയ ഇവൻ്റെ ഇൻ്റർവ്യൂ എടുത്തു, സെയിം സാധനം തന്നെ കുറേ കാര്യങ്ങൾ മനപ്പാടം പഠിച്ചിട്ട് പറയുന്ന പോലെ തന്നെ ഉണ്ട്. സിറ്റുവേഷനല്ലേ ഇത്? സാറിന്റെ പേരെന്താണ്? അർജുനെ വേറൊരാൾ പിടിച്ച് തടവിൽ വെച്ചിരിക്കുകയാണ്. എനിക്കത് അറിയാം, ഞാനത് കണ്ടു. അർജുൻ പക്ഷെ മിണ്ടുന്നില്ല. കാരണം അർജുൻ ആ തടവിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കാരണം പേടിയുണ്ട്, അയാൾ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള പേടിയുണ്ട്. എന്തെങ്കിലും കാരണം അയാളുടെ കയ്യിൽ കാണും. എനിക്കതറിയാം. തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഡ്യൂട്ടിയാണ്, ആസ് എ സിറ്റിസൺ എൻ്റെ ഡ്യൂട്ടിയാണ് ഇയാളുടെ തടവിലാണ്, ഇല്ലീഗൽ കസ്റ്റഡിയിലാണ് എന്ന് പറയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഒരാൾ മാത്രമല്ല, ഇനി നാളെ മറ്റേയാൾ വേറൊരാളെയും തടവിൽ വയ്ക്കാം. യെസ്, ആ കേട്ട ചേട്ടനെ ഒരു മനസ്സിലായിട്ടില്ല ഇവൻ എന്ത് കാര്യമായി പറയുന്നത്. നല്ല ഉപമ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് ഇവൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ദിലീപിൻ്റെ അണ്ടറിൽ കസ്റ്റഡിയിലാണ് മഞ്ജു വാര്യർ. ഇപ്പോഴും ദിലീപ് മഞ്ജു വാര്യനെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല, കൊച്ചിനെ കാണാൻ സമ്മതിക്കുന്നില്ല. അത് ഇവനെയും കാണാൻ സമ്മതിക്കുന്നില്ല, ഇവർ രണ്ടുപേരും കാണാൻ സമ്മതിക്കുന്നില്ല. അത് ഏത് നിമിഷവും മഞ്ജു വാര്യന് എന്ത് സംഭവിച്ചേക്കാം എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മഞ്ജു വാര്യർ ഒരു പനി വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവൻ ദിലീപിൻ്റെ തലയിലോട്ട് ഇടും ഇതെല്ലാം കൂടെ. വല്ലാത്ത സോക്കേടാ കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഭാഗ്യലക്ഷ്മി, അതായത് നമ്മുടെ ബിഗ് ബോസ് താരം പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി റെസ്പോണ്ട് ചെയ്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാം. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ മഞ്ജു എന്തോ വർക്ക് ചെയ്തു എന്ന് തോന്നുന്നു. എന്നിട്ട് പുള്ളി പറയുന്നത് മഞ്ജുവിന് പുള്ളിയോട് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല പുള്ളി പറയുന്നത്, മഞ്ജുവിന് പുള്ളിയോട് പ്രണയമുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ മഞ്ജു ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. പിന്നെ മഞ്ജു അപ്പൊ അതായത് ഇദ്ദേഹം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, പിന്നെ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോ മഞ്ജു എന്തോ അപകടത്തിലാണ്. മഞ്ജുവിനെ ആരൊക്കെയോ ചേർന്ന് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. മഞ്ജുവിനെ മാത്രമല്ല, മഞ്ജുവിന്റെ മോളെയും കൂടി അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള മിസ്റ്റർ സനൽകുമാർ ശശിധരൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മഞ്ജുവിന്റെ മോളെ സംരക്ഷിക്കാൻ നല്ല തണ്ടുതടിയും ഒക്കെ ഉള്ള നല്ല സ്വാധീനമുള്ള ഒരച്ഛനുണ്ട്. ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്ന ഒരച്ഛനുണ്ട്. അതുകൊണ്ട് മഞ്ജുവിന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ മഞ്ജുവിന്റെ മോളുടെ അച്ഛൻ നോക്കിക്കോളൂ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യം നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. യെസ്, ആ കുട്ടിയുടെ കാര്യത്തിൽ ഇവൻ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ദിലീപ് നോക്കിക്കോളും. അത്യാവശ്യം പൈസയും പുള്ളിക്കാരൻ അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ആ കൊച്ചിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യം ഇവൻ നോക്കേണ്ട ആവശ്യമില്ല. അത് ഈ പുള്ളിക്കാരി പറഞ്ഞ വളരെ പോയിൻ്റാണ്. പിന്നെ മഞ്ജു വാര്യർ, പുള്ളിക്കാരിക്ക് അത്യാവശ്യം പൈസയും ഫെയിമും പിന്നെ അത്യാവശ്യം ഇതൊക്കെ ഉള്ള കേട്ടോ, ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇവൻ കുറേ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അത് ആരെയൊക്കെ പേടിച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ആ നടിയെ ആക്രമിച്ച സമയത്ത് മഞ്ജു വാര്യർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് ഇത് മറന്നുപോയെന്ന് തോന്നുന്നു. ഇവൻ ഗജനിയാണെന്ന് തോന്നുന്നു. മറ്റേ ഗജനി സിനിമയിൽ സൂര്യയായിപ്പോയി. 15 മിനിറ്റ് കൂടുമ്പോൾ മാറി. അത് എനിക്ക് തോന്നുന്നു അതാ സംഭവം. ഇവൻ ഗജനിയാണ്. ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൻ മറന്നു പോകുന്നു. അതാ ഇവന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു ദിവസം വേറെ ഒരു വീഡിയോ ആയിട്ട് വരും, രണ്ടാമത്തെ ദിവസം അത് പറഞ്ഞ മണ്ടത്തരായി, പിന്നെ വേറെ എന്തൊക്കെയോ മണ്ടത്തരായിട്ട് പറയും, മൂന്നാമത്തെ ദിവസം വേറെ മണ്ടത്തരായിട്ട് പറയും, നാലാമത്തെ ദിവസം ഇതൊക്കെ ഉൾട്ടടിച്ച് വേറെ എന്തെങ്കിലും പറയും. ഇത് കണ്ട് മടുത്തു. വർഷങ്ങളായിട്ട് ഇത് തന്നെ പുള്ളിക്കാരൻ പറയുന്നത് സ്ക്രിപ്റ്റ്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.